ഗെയ്സ് ഞാനിവിടെ ഒരു കസ്റ്റാർഡ് വെച്ചിട്ട് ഒരു ഫ്രൂട്ട്സ്ലാഡ ഉണ്ടാക്കാൻ പോവുകയാണ്. കസ്റ്റാർഡ് വെച്ചിട്ട് കസ്റ്റാർഡ് കൊണ്ട് വെച്ച് ഫ്രൂട്ട്സ്ലാഡ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് ഏതായാലും സ്പൂണ് കസ്റ്റാർഡ് കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്, വല്ലാതെ ഇടാൻ പറ്റും. 2 സ്പൂൺ 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്, അത് മതി. അപ്പോൾ നമ്മൾ നല്ല പാലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആപ്പിളും പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പാൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി പാൽ വേണം. കട്ട കട്ടാതെ പാടില്ല. അതുകാരം കുറച്ചൊക്കെ കട്ട കെട്ടിട്ടുണ്ട്. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കും. ഇത് വന്ന കാര്യം ഒരു ലേശം കൂടി പൊങ്ങിട്ടിട്ടുണ്ട്, കുറച്ച്. നല്ലോണം ആക്കി കൊടുത്തിട്ട് അതിൻ്റെ കട്ട കുത്താൻ പാടില്ല. നല്ലോണം ആക്കി നമുക്ക് കുറച്ചുകൂടി പാല് വരുന്നുണ്ട്. അതൊന്ന് കൂട്ടിയെടുക്കണം. അടിപൊളിയായിട്ട് നമ്മളത് കൂട്ടിയെടുക്കാം. അപ്പോൾ കുറച്ച് പഞ്ചസാര പറ്റില്ല. അപ്പോൾ കുറച്ച് പഞ്ചസാര കൂടി കൊടുക്കുന്നുണ്ട്. രസം പഞ്ചസാര ഇല്ലാതെ പഞ്ചസാര വേണ്ട. പഞ്ചസാര ആദ്യം ഉണ്ടാക്കാം, പക്ഷേ പഞ്ചസാര വേണ്ട ആൾക്കാരില്ല. അപ്പോൾ നമ്മൾ പഞ്ചസാര ഉണ്ടാക്കിയല്ലേ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാൻ പോകുകയാണ്, ഓണാക്കാൻ പോവുകയാണ്. നല്ലോണം ഇളക്കി കൊടുക്കണം. ഒന്ന് ചെറുതായി ഒന്ന് കുറുകി വരണം. കുറുകി വന്ന് നമ്മൾ താറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, തണുപ്പിക്കാൻ വെക്കാം. എന്നിട്ട് കഴിക്കുക. ഐസ്ക്രീമിൻ്റെ ഒക്കെ മാതിരി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സപ്പോർട്ടും തരണം. അതിൻ്റെ താഴെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി ക്ലിക്ക് ചെയ്യണം. ഒന്ന് കുറുകി വരട്ടെ. അത് കസ്റ്റാർഡ് പൊക്ക് കുറുകി വന്നിട്ടുണ്ട്. പത്തിനെ വേണ്ടുള്ളൂ. വല്ലാതെ ലൂസ് കട്ടിക്കാകാൻ പാടില്ല. ഈ ലൂസ് ഈ പരുവത്തിലാണ് ആകാൻ പാടുള്ളൂ. നമ്മൾ ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ്. ഞാൻ 2 ആപ്പിളുണ്ട്, 2 നല്ല മത്സൂരിപ്പൂവൻ പഴമുണ്ട്. ഇത് നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഏറ്റവും രസമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നേന്ത്രപ്പഴം ഇല്ല, ഇതേ ഉള്ളൂ. പിന്നെ ഉറുമ്പാമ്പഴം അതും വേണ്ടതാണ്, അതും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഉള്ളവർ കൂട്ടിക്കോളി, ഇല്ലാത്തവർ ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മളൊക്കെ ഉള്ളത്. ഇതിന് ഇതൊക്കെ ചെറുതാക്കി കഷ്ണം വെട്ടും. നല്ലോണം ചെറുതാക്കി കഷ്ണം വെട്ടിട്ടാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്ര ഉള്ളിയൊക്കെ ഉള്ളത്. ഇന്നലെ ഞാൻ കസ്റ്റാർഡും പാലും കൂടി വേവിച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നു. അത് തണുത്തപ്പോൾ അതിന് ആപ്പിളും പഴം പിന്നെ സ്ട്രോബെറിയുടെ ഐസ്ക്രീം കൂട്ടിയിട്ടുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കൂട്ടേണ്ടവർക്ക് കൂട്ടാത്തവർക്ക് സ്കിപ്പാക്കാം. കൂട്ടിയാൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂട്ടിക്കുന്നത്. എന്നൊക്കെ നല്ല രസമുണ്ട്. അതിൻ്റെ അതുകൂടി അടിപൊളി ജ്യൂസ്, നല്ല രസമുള്ളൊരു ജ്യൂസ്. ഇത് 2 മക്കൾക്കും കൂടി ഇവിടെ ആക്കിക്കുകയാണ്. ഒരു വന്നിട്ടില്ല, വന്നവർ കുടിക്കും. എന്താ സൂപ്പർ ഫ്രൂട്ട്സ്ലാഡ ഇവിടെ ശരിയായിട്ടുണ്ട്. കസ്റ്റാർഡ്, ഐസ്ക്രീം, ആപ്പിള്, പഴം, പാല് ഒക്കെ പാടാണ് ഈ ഫ്രൂട്ട്സ്ലാഡയുടെ രസം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.